സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റം ഈസ് എ കളക്ഷൻ ഓഫ് കോറിലേറ്റഡ് ഇൻഫർമേഷൻ which is recorded on secondary or non-volatile storage like magnetic disk, optical disk and tapes. It is the method of data collection that is used as a medium for giving input and receiving output from the program. ഫയൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കോറിലേറ്റഡ് ഇൻഫർമേഷൻ ആണ്. കോറിലേറ്റഡ് മീൻസ് തമ്മിൽ കളക്ഷനായിട്ടുള്ളത്. ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റുഡൻറ്റ് നെയിം അതുപോലെ റോൾ നമ്പർ ഈ പറയുന്ന കാര്യങ്ങളാണ് കോറിലേറ്റഡ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ വരില്ല, അത് കോറിലേറ്റഡ് അല്ല. റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ മാഗ്നറ്റിക് ഡിസ്കിലോ ഒപ്റ്റിക്കൽ ഡിസ്കിലോ അല്ലെങ്കിൽ ടേപ്പിലോ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. മീൻസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. നോൺ വോളറ്റൈൽ മെമ്മറിയിൽ പെർമനൻ്റ് ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ദറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മീഡിയം ഫോർ ഗീവ് ഇൻപുട്ട് ആൻഡ് റിസീവിങ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രോഗ്രാം. നമ്മൾ ഇൻപുട്ട് കൊടുക്കാനാണെങ്കിലും ഫയൽസാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഔട്ട്പുട്ട് റിസീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാംസിൻ്റെ ഫയൽസാണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, in general, file is a sequence of bits, bytes or records whose meaning is defined by the file creators and users. Every file has logical location where they are located on storage and retrieval. ഫയൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ബിറ്റ്സ്, ബൈറ്റ് ആൻഡ് റെക്കോർഡ്സ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇവർ ചെയ്യുന്നത് യൂസേഴ്സോ അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സോ ആണ്. യൂസേഴ്സിനെ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്നും പറയാറ്. ഈ പറയുന്ന ഓരോ ഫയലിനും ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് കാണും. അത് പിന്നൊരു കാലത്ത് സ്റ്റോർ ചെയ്യാനും അത് റിട്രൈവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. File management provide efficient access to the disk by allowing data to be stored, located and retrieving in convenient way. A file system must be able to store the file, locate the file and retrieve the file. ഫയൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ഫയലിനെ ലൊക്കേറ്റ് ചെയ്യാനും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ റിട്രൈവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ലെയേർഡ് അപ്രോച്ച് ഫോർ എവറി ടാസ്ക് ഇൻക്ലൂഡിംഗ് ഫയൽ സിസ്റ്റം. എവറി ലെയേഴ്സ് ഓഫ് ദ ഫയൽ സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ സം ആക്ടിവിറ്റീസ്. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലെയേർഡ് അപ്രോച്ച് വെച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയേഴ്സിനും പർട്ടിക്കുലറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസോടു കൂടിയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. The image show how the file system is divided into different layers and also the functionalities of each layer. ഫിഗർ കാണിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസിൻ്റെ ലെയേഴ്സ് ആണ് കാണിക്കുന്നത്. ആദ്യത്തേത് ഡിവൈസ് ലെയർ. ഡിവൈസിലെന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ് വരാം, മൗസ് വരാം, മോണിറ്റർ വരാം. ഇതെല്ലാം ഡിവൈസസ് ആണ്. പിന്നെ മെയിൻലി ഹാർഡ് ഡിസ്ക്, മെമ്മറി റാമുണ്ട്, റോമുണ്ട്, ക്യാഷുണ്ട്, എല്ലാം വരും. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളിൽ ഈ പറയുന്നത് പോലെ കീബോർഡുണ്ട്, മോണിറ്ററുണ്ട്. നെക്സ്റ്റ് ബേസിക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന രീതികളെയാണ് ബേസിക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാര്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് ടേബിൾസ് യൂസ് ചെയ്യും. ഐനോഡ് ടേബിൾ, വെർച്വൽ ടേബിൾ, പേജ് ടേബിൾ, അങ്ങനെ ബേസിക്കായിട്ട് ഫയൽസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയറാണ് ബേസിക് ഫയലിൽ പറയുന്നത്. പിന്നെ ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂളിൽ ഹൗ ദ ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ ദ ഹാർഡ് ഡിസ്ക് ആൻഡ് ഹൗ ദ ഫയൽസ് ആർ റിട്രീവ്ഡ് ഫ്രം ഹാർഡ് ഡിസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫയൽ ഓർഗനൈസേഷൻ മൊഡ്യൂളിൽ പറയുന്നത്. ലോജിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ബേസിക് ഫയൽ സിസ്റ്റം ഫിസിക്കലാണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ഫയൽ സിസ്റ്റത്തിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സിങ് ടൈമിൽ
ഹാർഡ് ഡിസ്കിൽ നിന്നും ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെക്ടേഴ്സും ട്രാക്സും ഒക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ ഏത് സെക്ടറിലുള്ള ഏത് ട്രാക്കിലുള്ള ഏത് സെക്ടറിലുള്ള ഏത് ബ്ലോക്കാണ് ആക്സസ് ചെയ്യുന്നതെന്നുള്ളതിന് അഡ്രസ്സൊക്കെ കാണും. ഈ അഡ്രസ്സൊക്കെ അഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ലോജിക്കൽ പാർട്ടാണ്. അപ്പോൾ അഡ്രസ്സൊക്കെ മെൻഷൻ ചെയ്ത് ഫയൽസിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ലോജിക്കൽ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദെൻ എല്ലാ ആപ്ലിക്കേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽസ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഫയൽസ് എല്ലാം യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിരിക്കും. Application program asks for the file. First request is directed to the logical file system. Logical file system maintain metadata of the file and directory structure. If the application program does not have the required permission of the file, then this layer will throw an error. Logical file system also verify the path to the file. ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഒരു ഫയലിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ലോജിക്കൽ ഫയൽ സിസ്റ്റത്തിലാണ്. ലോജിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും മെറ്റാഡേറ്റയാണ്. മെറ്റാഡേറ്റ മീൻസ് ഫയലിനെ കുറിച്ചുള്ള ഫയലിൻ്റെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലുകളാണ് ലോജിക്കൽ ഫയൽ സിസ്റ്റം. ഈ പറയുന്ന ലോജിക്കൽ ഫയൽ സിസ്റ്റത്തിലോട്ട് പെർമിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആക്സസ് ചെയ്യുന്ന സമയത്ത് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കും, ഇല്ലെങ്കിൽ എറർ ത്രോ ചെയ്യും. ലോജിക്കൽ ഫയൽ സിസ്റ്റം ആൾസോ വെരിഫൈ ദ പാത്ത് ഓഫ് ദ ഫയൽ. ഓക്കെ, നെക്സ്റ്റ്, generally files are divided into various logical blocks. Files are to be stored in the hard disk and to retrieve from the hard disk. Hard disk is divided into tracks and sectors. In order to store and retrieve the file, the logical block need to be mapped to physical block. This mapping is done by file organization module. It is also responsible for free space management. നമ്മൾ ഫയൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ ബ്ലോക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കിനെ ഫയലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആദ്യം ഹാർഡ് ഡിസ്ക് ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാക്സ് കാണും. ട്രാക്സിൽ ഡിവൈഡ് ചെയ്ത സെക്ടേഴ്സ് കാണും. ആ സെക്ടേഴ്സിലുള്ള ബ്ലോക്കായിരിക്കും ഓരോ ലോജിക്കൽ ബ്ലോക്സ് ഓഫ് ഫയൽസ് എന്ന് പറയുന്നത്. ഈ ലോജിക്കൽ ബ്ലോക്സിന് ഇത് ഫിസിക്കൽ ബ്ലോക്കാണ്. ഫിസിക്കൽ ബ്ലോക്കിന് ശരിക്കും ലോജിക്കലിലോട്ട് അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യണം. ഈ മാപ്പിംഗ് ചെയ്യുന്നത് ഫയൽ ഓർഗനൈസേഷനാണ്. ഫയൽ ഓർഗനൈസേഷൻ അത് മാത്രമല്ല, ഫ്രീ ആയിട്ടുള്ള സ്പേസ് മാനേജ് ചെയ്യുകയും ചെയ്യും. Once the file organization module decide which physical block the application program needs, it passes the information to basic file system. The basic file system is responsible for issuing the command to input-output control in order to fetch those blocks. ശരിക്കും ബേസിക് ഫയൽ സിസ്റ്റം നമ്മുടെ ലോജിക്കൽ ഫയൽ സിസ്റ്റത്തിൽ നിന്നും ഏത് ബ്ലോക്കാണോ ആക്സസ് ചെയ്യാൻ ഉള്ളത് എന്നുള്ളത് ഫയൽ ഓർഗനൈസേഷൻ മോഡ്യൂൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബേസിക് ഫയൽ സിസ്റ്റം എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്ലോക്സിനെ ആക്സസ് ചെയ്യാനുള്ള കമാൻഡ്സോട് കൂടി ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ബ്ലോക്സ് അല്ലെങ്കിൽ ആ ലെയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ contain the code by using which it can access hard disk. These codes are known as device drivers. Input outputs are also responsible for handling interrupts. നമ്മുടെ ഫയൽ മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. ഫയൽ മാനേജ്മെൻറ്റിൽ ശരിക്കും ഒരു ഫയൽ എടുക്കുന്ന പ്രോസസ്സുകളാണ് ഇത്രയും നേരം പറഞ്ഞത്. അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ലെയർ പറയുന്നത്
എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ബേസിക് ഫയൽ സിസ്റ്റത്തിൽ നിന്നുള്ള കമാൻഡ് വെച്ചിട്ട് ഹാർഡ് ഡിസ്കിൽ നിന്നും അല്ലെങ്കിൽ ഡിവൈസിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസിനെയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനും അല്ലെങ്കിൽ ഓരോ ഹാർഡ് ഡിസ്കിനും സ്പെഷ്യൽ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഈ ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഇനി പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് മാറി ഓരോ ഡിവൈസസ് വരപ്പോഴും അത് ഇൻറ്ററപ്റ്റായിട്ടാണ് വരുന്നതും ആ ഇൻറ്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കൂടി ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്.